ഗാസയിൽ ഹമാസിന്റെ സുപ്രധാന തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന. 7 കിലോമീറ്റർ നീളവും 25 മീറ്റർ ആഴവും 80 മുറികളും അടങ്ങിയ തുരങ്കമാണ് IDF കണ്ടെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഗാസയിൽ ഹമാസിന്റെ സുപ്രധാന തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന. 2014 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികൻ ഹദർ ഗോൾഡിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിൽ ആയിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത്. ഈ മാസം ആദ്യമാണ് ഗോൾഡിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് കൈമാറിയത്. ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഒളിത്താവളത്തിനുമായി ഈ തുരങ്കം ഹമാസ് ഉപയോഗിച്ചിരുന്നതായാണ് IDF പറയുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഈ തുരങ്കം കടന്നുപോകുന്നതെന്ന് IDF എക്സിൽ കുറിച്ചു. 7 കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കം. ഇതിൽ 80 മുറികളുണ്ട്. 25 മീറ്റർ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നാവികസേനയും ഇസ്രായേൽ പ്രത്യേക എഞ്ചിനീയറിംഗ് സംഘവും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയതെന്ന് IRDF അറിയിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ മെയ് മാസത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറും മുഹമ്മദ് ഷബാനയും ഉൾപ്പെടെയുള്ള മുതിർന്ന ഹമാസ് നേതാക്കൾ ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നതായും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ 2014 ഇസ്രായേൽ സൈനികനായിരുന്ന ഗോൾഡൻ ഹദ്ദറിന്റെ മരണത്തിൽ പങ്കാളിയായ ഹമാസ് അംഗം മർവാൻ അൽഹാമിനെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഗാസ മുനമ്പിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഏകദേശം 28 പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ടവരിൽ ഒരു കുടുംബത്തിലെ 10 പേർ ഉൾപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ പദ്ധതിക്ക് UN സംരക്ഷണ സമിതി അംഗീകാരം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കനത്ത ആക്രമണമാണ് നടക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ ഏകദേശം 77 പാലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒക്ടോബർ 10 ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ ബോംബാക്രമണങ്ങൾ അവസാനിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഹമാസിന്റെ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നടന്നതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേലിനെതിരെയുള്ള ഏത് ഭീഷണിയും ഇല്ലാതാക്കാൻ സൈന്യം പ്രവർത്തിക്കുമെന്നും അവർ വ്യക്തമാക്കി.